പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായിട്ടും അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ മീഡിയ പേജുകളിൽ വരുന്ന കമൻറ്റുകൾ വെച്ചുകൊണ്ടും ചില സന്ദേശങ്ങൾ കിട്ടുമ്പോൾ അതിനുള്ള മറുപടി കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് വീഡിയോ ദുബായ് വാർത്തയിലാവട്ടെ, നമ്മുടെയൊക്കെ പേജുകളിലാവട്ടെ, നമ്മുടെ അവതാരകരൊക്കെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും തോന്നും വില തീരെ വർദ്ധിച്ചിട്ടേ ഇല്ല, നമ്മളീ പറയുന്നത് പഴയ വിലയ്ക്ക് പ്രൊമോഷനിൽ കൊടുത്തിരുന്ന വില എന്താണോ, ഉള്ളിക്ക് 50 ഫിൽസ് എന്ന രൂപത്തിലൊക്കെയാണ് ഇപ്പോഴും പോകുന്നതെന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ സത്യാവസ്ഥയും യാഥാർത്ഥ്യങ്ങളും നമ്മളും തിരിച്ചറിഞ്ഞാൽ ഇപ്പോൾ വില വർദ്ധിച്ചിട്ടില്ല എന്നിടത്തേക്ക് നമ്മളും എത്തിച്ചേരും. വർദ്ധിച്ചിട്ടില്ല എന്നുള്ളത് ഇൻവെർട്ടർ കോമയ്ക്കകത്ത് വേണം നമ്മളിടാൻ. അതായത് $300-350 കണ്ടെയ്നർ UAE തീരത്തേക്ക് വന്നുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ അതിൻ്റെ 10 ഇരട്ടിയിലധികം സർചാർജ് വേറെ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ ആഗോള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫുജൈറ പോർട്ട്, ഇപ്പോൾ ജുബലലി പോർട്ട് പോലെ തന്നെ പ്രാധാന്യമുള്ളതായി ഫുജൈറ പോർട്ട് മാറുമ്പോൾ അവിടേക്ക് എങ്ങനെയെങ്കിലും ഒരു കപ്പലിൽ സാധനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്ന സർചാർജിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ എന്തുമാത്രം വില വർധനവ് ഒരു പ്രോഡക്റ്റിന്, ഉത്ഭവസ്ഥാനത്തുള്ള കർഷകന് ഉള്ളിക്കും ഉരുളക്കിഴങ്ങിനും അരിക്കുമൊന്നും വില വർധനവ് കിട്ടില്ല. മറിച്ച് ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന പ്രശ്നമാണ് യുദ്ധം ലോകമെമ്പാടും ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത്രയ്ക്ക് തന്ത്രപ്രധാനമായ സ്ഥലത്താണ് ഈ 167 കിലോമീറ്റർ വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് ഇറാൻ, തെക്ക് ഭാഗത്ത് UAEയും ഒമാനും ചേർന്ന് കിടക്കുന്ന ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ 167 കിലോമീറ്റർ ഉണ്ടല്ലോ, അത് ലോകത്തിലെ ഏറ്റവും നിർണായകമായി മാറിയിരിക്കുന്നത് ചുറ്റുവട്ടത്ത് ഗൾഫിൽ കഴിയുന്ന അല്ലെങ്കിൽ അപ്പുറത്ത് ഇറാഖിൽ കഴിയുന്ന ഒരു 10 കോടി ആളുകളുടെ കാര്യം മാത്രമല്ല. ചിലർ ചോദിക്കും എന്തിന് ഇറാഖിനെ ഇതിനകത്ത് പിടിച്ചുകൊണ്ടിടുന്നു എന്നുള്ള. നിങ്ങൾ BBC-യും CNN-ഉം CNBC ന്യൂസൊക്കെ ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഇറാഖിൽ നമുക്കറിയാം യൂഫ്രട്ടീസും ടൈഗ്രീസും 2 നദികൾ സ്കൂൾ ക്ലാസ്സുകളിൽ എല്ലാവരും പഠിക്കുന്നതാണ്. യൂഫ്രട്ടീസ് ഉത്ഭവിക്കുന്ന തുർക്കിയിൽ നിന്ന് വന്നു ചേരുന്നത് ഇറാഖിൻ്റെ സൗത്ത് പോർഷനിലാണ്. അതുപോലെ ടൈഗ്രീസ് ഇതേ തുർക്കിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഇറാഖിലെ നമ്മൾ നേരത്തെ പറഞ്ഞ എവിടെയാണോ യൂഫ്രട്ടീസ് വന്ന് തീരുന്നത് അവിടെ വന്ന് അവസാനിക്കുന്നതാണ് ഈ ടൈഗ്രീസ്. ഇത് രണ്ടും ഉണ്ടായിട്ടും ഫലഭൂയിഷ്ടമല്ലേ ഇറാഖ് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇറാഖിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളുടെ പ്രാധാന്യം എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നതാണ്. ഇറാഖിൽ ഈ 2 നദികൾ സമ്പുഷ്ടമായിട്ടിങ്ങനെ ഒഴുകുന്നുണ്ടെങ്കിലും അവിടെ വേണ്ട ആഹാര സാധനങ്ങളുടെ 80% പുറത്തുനിന്നാണ് വരേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ അറബിക്കടൽ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അറബിക്കടലിലൂടെ ഇങ്ങനെ കയറി, ഇത് രണ്ടും ഒന്നിൻ്റെ ഭാഗം തന്നെയാണല്ലോ, അങ്ങനെ കയറിയിട്ട് വന്ന് നമ്മുടെ ഹോർമൂസ് കടലിടുക്കും കഴിഞ്ഞ് അല്ലെങ്കിൽ അതിനു മുമ്പ് ഒമാൻ്റെ ഉൾക്കടലും കഴിഞ്ഞ് ഹോർമൂസ് കടലിൽക്കുള്ള കയറിയിട്ട് വേണം പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്ന അറേബ്യൻ ഗൾഫിൽ എത്തിയിട്ട് ഇറാഖിൻ്റെ അങ്ങേയറ്റത്ത് കൊണ്ടുപോയി ഇത് വിതരണം ചെയ്യാൻ. 2 മഹാനദികൾ ഉണ്ടായിട്ട് പോലും ഇറാഖിന് ഫുഡ് കൊണ്ടുവരാൻ, അവിടെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി വളരെ കുറവാണ്. അപ്പോൾ പിന്നെ സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. ശരാശരി 80%, 90%, 98% ഒക്കെ ഫുഡ് ഐറ്റംസ് വെളിയിൽ നിന്ന് കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യമോ? വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഡീസാലിനേഷൻ പ്ലാന്റുകൾ സജീവമായിട്ടുള്ളതുകൊണ്ട് കുടിവെള്ളം നമുക്ക് താൽക്കാലികമായി പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിച്ച് എടുക്കാൻ പറ്റും എന്നുള്ളൊരവസ്ഥയുണ്ട്. പെട്രോളുണ്ട്, LPG ഉണ്ട്. ഈ പെട്രോളും LPGയും വേറെ കൊടുത്തിട്ട് ആഹാരങ്ങൾ വാങ്ങുന്ന ആ ഒരു പഴയ സമ്പ്രദായത്തിൻ്റെ രീതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുതന്നെയാണ് പരിഷ്കൃത യുഗത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാഖിൽ 2 വലിയ നദികളുള്ളപ്പോൾ അവിടെ കൾട്ടിവേഷൻ തീരെ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ പുറത്തുനിന്ന് വരുമ്പോൾ ഗൾഫിലേക്ക് സാധനങ്ങൾ പുറത്തുനിന്ന് വന്നേ പറ്റൂ. വരാൻ വേണ്ടി ഹോർമൂസ് കടലിടുക്കിലൂടെ പ്രതിസന്ധി ഇപ്പോൾ ഇറാൻ നിയന്ത്രിച്ചുകൊണ്ട് പ്രതിസന്ധി ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ ഇത്രയും എക്സ്ട്രാ സർചാർജ് കൊടുത്ത് പലയിടങ്ങളിലായി കറങ്ങിത്തിരിഞ്ഞ് കപ്പലുകൾ വന്ന് പിന്നെ ലാൻഡ് മാർഗം അത് പല സ്ഥലങ്ങളിൽ എത്തിച്ച് ഷെൽഫുകളിലാക്കി നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ്റെ, ലോജിസ്റ്റിക്സിൻ്റെ ചിലവാണ് ഏറ്റവും വലിയ ചിലവായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. നമ്മൾ ഈ മാധ്യമങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ എണ്ണയുടെ വില കൂടുന്നു, പാചകവാതകം വില കൂടുന്നു എന്ന് മാത്രമേ പറയാറുള്ളൂ. അതിൻ്റെ പിന്നാലെ വരുന്ന ഉള്ളിയുടെയും കുക്കുംബറിൻ്റെയും കാര്യം നമ്മൾ മറന്നു പോകരുത്. എന്നാൽ ഇവിടെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്.
ഈ UAE അടക്കമുള്ള രാജ്യങ്ങളിൽ വില നിലവാരം പിടിച്ചു നിർത്താനും വില വർദ്ധിക്കാതിരിക്കാനും വർദ്ധിച്ചാൽ തന്നെ ഒരു മാന്യതയുള്ള വർധനവിലേക്ക് പോകാനും വേണ്ടി ഗവൺമെൻറ് സംവിധാനങ്ങൾ വളരെ സജീവമായി ഇടപെടുകയാണ്. ഇത് പറയുന്നത് മനസ്സിലാവണമെങ്കിൽ വിവിധ കമ്പനികളുടെ ആപ്ലിക്കേഷൻസിൽ പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ പട്ടിക എടുക്കുക. അത് ഓരോരോ പ്രചാരം കിട്ടിയ ആപ്പുകളുണ്ടല്ലോ, അവിടെയൊക്കെ പോയിട്ട് ഗ്രോസറി വാങ്ങാൻ വേണ്ടി നോക്കുക, താരതമ്യം ചെയ്യുക. അതിലേതാണോ നമുക്ക് വേണ്ടത് അത് മാത്രം വാങ്ങുക. ഒരുപാട് കെട്ടുകണക്കിന് വാങ്ങി സൂക്ഷിക്കാതിരിക്കുക. ഇതൊക്കെയാണ് വിദഗ്ധന്മാർ നൽകുന്ന ഉപദേശം. ഒന്ന് ശീലിച്ചു നോക്കൂ. നമുക്ക് വേണ്ടത് 1 കിലോഗ്രാം ഉള്ളിയാണെങ്കിൽ നമ്മൾ എന്തിനാണ് നാളെ കിട്ടില്ല എന്ന രൂപത്തിൽ 10 കിലോഗ്രാം വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്നത്? അത് സൂക്ഷിക്കാനുള്ള സംഭരണി നമുക്കുണ്ടോ? അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഓരോരുത്തർ 3-4 ചാക്ക് അരിയൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത് നമുക്കറിയാം. എന്തിനു വേണ്ടി? നാളെ വില വർദ്ധിക്കുമെങ്കിൽ നമുക്ക് അപ്പം കാണാം എന്ന രൂപത്തിൽ പോവുകയല്ലാതെ ഉള്ള കാശ് കൊടുത്ത് ആഹാര സാധനങ്ങൾ വാങ്ങി അടുക്കളയിലും ബെഡ്റൂമിലുമൊക്കെ സംഭരിച്ച് വയ്ക്കുന്ന ഒരുപാട് മലയാളികളുമുണ്ട്. ഞങ്ങൾ തൽക്കാലം സുരക്ഷിതരാണെന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനത്തോടെ പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടും വലിയ കാശ് കടമെടുത്തൊന്നും അങ്ങനെ വാങ്ങി വെക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ടും ഈ പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ മാറും എന്നുള്ളത് കൊണ്ടും അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടിയും ഒരു ഗവൺമെൻറ് സംവിധാനം ഗൾഫിൽ പൊതുവേ ആളുകൾക്ക് ആശ്വാസം പകരുന്ന വിധത്തിൽ പെരുമാറുന്നത് കൊണ്ടും വളരെ ശ്രദ്ധിച്ച് കാശ് കൈകാര്യം ചെയ്യണം എന്ന കാര്യം കൂടി ഞങ്ങൾ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൻ്റെ കാര്യം പറയുമ്പോൾ 167 കിലോമീറ്റർ നീളമാണ് ലോകത്തിൻ്റെ നിർണായക ശക്തിയായി മാറിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ആകെ വീതി പരമാവധി പോയാൽ ഒരു 100 കിലോമീറ്ററിന് താഴെയാണ്, 95 കിലോമീറ്റർ കൃത്യമായി പറഞ്ഞാൽ. അതും ചില സ്ഥലങ്ങളിൽ 33 ഉള്ളൂ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വീതി 33 കിലോമീറ്ററും കൂടിയ വീതി 95 കിലോമീറ്ററും കിടക്കുന്ന ഒരു കടലിടുക്കിൻ്റെ ഭാഗം, ആകെ 167 കിലോമീറ്റർ നീളം. ഇവിടെ ഇത്രയും സ്ഥലം വേണോ കപ്പലിന് പോകാൻ? അത് പഠിച്ചു ചെല്ലുമ്പോൾ ഈ കപ്പലുകൾ ഗൾഫ് മേഖലയിലെ എണ്ണയും കൊണ്ട് ഗൾഫ് ഓഫ് ഒമാൻ പ്രദേശത്തേക്ക് കടന്ന് അറേബ്യൻ കടലിലേക്ക് പോയി മൊത്തം ഏഷ്യയ്ക്കും സപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ വഴിയിൽ ആകെ 3 കിലോമീറ്ററാണ് ഒരു സൈഡിലേക്കുള്ള യാത്രാപഥം. മറുവശത്തേക്ക് 3 കിലോമീറ്റർ, അപ്പോൾ 6. ഇതിന് തമ്മിൽ വേർതിരിക്കുന്നത് ആകെ ഒരു 3 കിലോമീറ്റർ ബഫർ സോൺ എന്ന് പറയും. അതുവഴി കപ്പൽ പോകാൻ പാടില്ല. അപ്പോൾ പരമാവധി ഉപയോഗിക്കുന്ന ആകെ 9 കിലോമീറ്റർ വിസ്തൃതിയാണ് കപ്പൽ ചലന പാത എന്ന് പറയുന്നത്. ഈ 9 കിലോമീറ്ററാണ് നിർണായകമായിട്ട് മാറിയിരിക്കുന്നത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എസ്കോർട്ട് അമേരിക്കയിൽ നിന്ന് വരാൻ പോകുന്നു, UK നിന്ന് വരാൻ പോകുന്നു, നാറ്റോ രാജ്യങ്ങൾ അയച്ചില്ലെങ്കിൽ ഭീരുക്കളാണെന്ന് ട്രംപ് പറയുന്നു. അവരൊന്നും ഇപ്പോൾ എസ്കോർട്ടുമായിട്ട് വരുമെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. അവരുടെ കടലുകളിൽ നിന്ന് എസ്കോർട്ട് കപ്പലുകൾ ഇങ്ങനെ വന്ന് അപ്പുറവും ഇപ്പുറവും അകമ്പടി സേവിച്ച് നിൽക്കുകയും എന്നിട്ട് അതുവഴി സുരക്ഷിതമായി കപ്പലുകൾ പോവുകയും ചെയ്യുന്ന കാലം എളുപ്പമല്ല, പ്രാക്ടിക്കലി എളുപ്പമല്ല എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മളും തീരുമാനമെടുത്തിരിക്കണം. പരിഹാരമൊന്നേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ സാഹചര്യം ഒഴിവാക്കുന്ന ഘട്ടത്തിലേക്ക് ചർച്ചകൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞു വരുന്ന കാര്യം, മേഖല മുഴുവനും ഭക്ഷണ വിഷയത്തിൽ വിലക്കയറ്റം ഉണ്ടായേക്കാനുള്ള സാധ്യതയെക്കുറിച്ച് എല്ലാ വിതരണക്കാരും സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ്റുകൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന തലത്തിൽ നടപടികൾ സ്വീകരിക്കുന്നു. ഈ 2 സാഹചര്യമുള്ളപ്പോഴും എങ്ങനെയാണ് ഷിപ്പിംഗ് ചാർജ് 350-ൽ നിന്ന് 4000-ഉം 5000-ഉം ഡോളറായിട്ട് സർചാർജിൻ്റെ പേരിൽ വർധന ഉണ്ടാവുക? അപ്പോൾ നമ്മൾ വിഡ്ഢികളാകാതെ വില വർദ്ധിക്കാനുള്ള സാഹചര്യം ഉൽപ്പാദനത്തിലല്ല വിതരണത്തിലാണ്, ലോജിസ്റ്റിക്സിലാണ് എന്ന് മനസ്സിലാക്കി തയ്യാറെടുത്തിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. അത്രയേ ഉള്ളൂ.